വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. കസിൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കുറച്ച് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ. ഇപ്പം നമ്മൾ കടയിൽ കയറിയതാണ് കേട്ടോ. നമ്മൾ കുട്ടിക്ക് എന്താണ് പോകുമ്പോൾ നമ്മൾ കുറച്ച് ബേക്കറിയും മിഠായിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഷോപ്പിൽ കയറിയതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചമ്രോട്ടത്ത് എത്തിയിട്ടാണ്, ഞങ്ങളുടെ നാട്ടിലെത്തി. ചമ്രോട്ടം പാലാണ് കേട്ടത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ചമ്രോട്ടം പാലം കാണാത്തതാണോ എന്ന് വിചാരിക്കും. അത് അറിയാത്ത ഏതെങ്കിലുമൊക്കെ ഭാഗത്തു നിന്നിട്ട് നമ്മൾ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഇത് തിരൂരുള്ള തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജാണ് കേട്ടോ, തിരൂരുള്ളത്. നല്ല വലിയ കോളേജായിട്ടാണ്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കോളേജാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയ സ്ഥലത്ത് എത്തി. അവിടുന്ന് കുറച്ച് നേരം ബേബീനെയൊക്കെ കണ്ടു. പിന്നെ അതൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടീനെ വീഡിയോ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കടൽ. അപ്പോൾ നമ്മൾ കുട്ടികളെല്ലാവരും കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് കടൽ കാണാൻ പോകട്ടെ. നല്ല അടിപൊളി വ്യൂ ആട്ടോ, നല്ല രസമുള്ള വീടും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ കടലിനടുത്ത് ഒരുപാട് വീടുകൾ ഇതൊക്കെ ആയിട്ട് നല്ല രസമല്ല അവർക്കൊക്കെ. അവർക്കത് രസമല്ല, അവർക്ക് എന്താണ് കടൽക്ഷോഭം അങ്ങനെയുള്ള വെള്ളപ്പൊക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ല, നമുക്ക് കാണുമ്പോൾ ഒരു ഇങ്ങനെ വീടൊക്കെ ആയിട്ട് കാണുമ്പോൾ നല്ല ഒരു കൗതുകം തോന്നുമല്ലോ. പിന്നെ അവിടെ ചെന്നിട്ട് കുറച്ച് പട്ടി ഷോ ഒക്കെ ഇറക്കി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളെ പിള്ളേർ കൊണ്ടുപോകണത് അവിടെ ഒരു കാഴ്ച കാണാണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണത്. ഇതാണ് സംഭവം. നമ്മൾ പുഴയും കടലും കൂടിയിട്ട് ഒന്നാവുകയാണ് കേട്ടോ. അത് പുഴയിൽ വെള്ളം നിറഞ്ഞപ്പോൾ JCB ഒക്കെ വന്നിട്ട് മണ്ണൊക്കെ എടുത്തിട്ട് ആ പുഴയത്തെ വെള്ളം കടലിലേക്ക് വിടുകയാണെന്ന് കേട്ടോ പറഞ്ഞത്. കാരണം പുഴയിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഞാൻ പറഞ്ഞ ചുറ്റുവട്ടത്തുള്ള വീടുകൾക്കൊക്കെ വെള്ളം കയറും. അതുകൊണ്ട് ആ പുഴ വെട്ടിതാക്കിയിട്ട് കടലിലേക്ക് ആ വെള്ളം വിടുകയുണ്ട്. അപ്പോൾ കടലടുത്തുള്ളവർക്ക് മാത്രമായിട്ട് ഇങ്ങനെ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുഴയിൽ നിന്ന് വെള്ളമൊക്കെ കയറിയിട്ട് വീടും ഇതൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ എന്താണ് ഇത് കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാഴ്ച കാണുന്നത്. കാണാൻ നല്ല രസമുണ്ടാകുന്നിട്ട് നല്ല ഇങ്ങനെ ഒലിച്ച് നല്ല ഇങ്ങനെ കുത്തനെ പോകണ്ടിട്ട വെള്ളം. അതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ വെള്ളം എന്താണ് നിറഞ്ഞു പോണേന് അപ്പോൾ കടലിലേക്ക് വിടുകയാണെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അവിടുത്തെ വീടുകളൊക്കെ നശിക്കുന്നു പറഞ്ഞല്ലോ. അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. എനിക്കത് എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഈ പരിസരത്തൊക്കെ താമസിക്കുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കടലിൻ്റെ തീരത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. നമുക്ക് അവർ പറഞ്ഞൊരു അറിവേ ഉള്ളൂ. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട്, കാരണം നല്ല രസമുണ്ടാണ് കേട്ടോ ആ കാഴ്ച കാണാൻ. പിന്നെ അതുമല്ല നമ്മളെ വെയിലും അല്ല മഴയല്ലാത്ത ആ ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ, ഒരു ചൂടൊന്നും ഇല്ലാത്ത, അത് കാരണം അവിടെ നിൽക്കാനും നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ആ കാഴ്ചയിലൊക്കെ കണ്ടു. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അവിടെ ഇങ്ങനെ നിന്നിട്ടോ. അപ്പോൾ നല്ല ഇതാണ് എന്താണ് പുഴയുടെ എൻഡാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത്. ആ എൻഡിൽ നിന്നാണ് ഇങ്ങനെ ഒഴുകി വരുന്നത് കേട്ടോ. ഒരു നമ്മളെ നദിയിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നമ്മൾ പാറ കെട്ടുമ്പോൾ ഇതിങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെ അങ്ങനെയാണ് കേട്ടോ കാണാൻ. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ.
അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ ഒരുപാടായിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഇതൊരു പുതുമയുള്ള കാഴ്ചയല്ല, പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇതൊരു പുതുമയുള്ള കാഴ്ച തന്നെയാണ്. കാരണം ആദ്യമായിട്ട് കാണുന്നത്, എന്നെ പോലെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വലിയൊരു കൗതുകമാണ്. അപ്പോൾ അങ്ങനെ എന്താണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. കാരണം എന്നെ പോലെ കാണാത്ത ഒരുപാട് പേരുണ്ട്, അപ്പോൾ അവരെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഷൂട്ട് ചെയ്തെന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കർമ്മ റോട്ടിൽ കൂടെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർമ്മ റോഡിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. നല്ല സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി, വൈകുന്നേരത്തൊക്കെ നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ കൊത്തു പൊറാട്ട കഴിച്ചിട്ട്, കൊത്തു പൊറാട്ട, ബീഫ് ബിരിയാണി, അങ്ങനെ എല്ലാ വെറൈറ്റി ഫുഡുകളുണ്ടാവും. വരാത്തവരാണെങ്കിലും ഒന്ന് വന്ന് നോക്കുക, അടിപൊളി ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാട്ടോ. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇരുന്തിൻ്റെ ഒരു ഫ്രൈ, അങ്ങനെ 1-2 ഐറ്റമൊക്കെ കഴിച്ച് പിന്നെ പാലടയുടെ ഒരു ബോർഡ് വെച്ചിരുന്നു, പാലട പ്രഥമൻ പായസം. അപ്പോൾ അവിടെ പോയപ്പോൾ അത് കിട്ടിയില്ല, ഇളനീർ പായസം കിട്ടി. നല്ല അടിപൊളി, നല്ല എന്താണ് ആവശ്യത്തിന് തണുപ്പ് ഇതൊക്കെ ആയിട്ട് നല്ല ഇളനീരിൻ്റെ പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.